5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുവാനും LDF പരാജയപ്പെടുവാനുമുണ്ടായ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? സത്യം ഇതാണ്. ഒരു 10-15 കാര്യങ്ങൾ നമുക്ക് എണ്ണിയെടുക്കാം. 1, 2, 3. നമ്പർ 1, ഭരണവിരുദ്ധ വികാരം സജീവമായി അവിടെ ശരിയാക്കിയെടുക്കുന്നതിൽ UDF നന്നായി വിജയിച്ചു. മാധ്യമങ്ങളും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഒന്നാമത്തെ അജണ്ടയായി അവിടെ വന്നു. രണ്ടാമത്തെ അജണ്ടയായി വന്നതാണ് അവിടെ അതുപോലൊരു സ്ഥലത്ത് CPM-നെ പോലുള്ള ഒരു പാർട്ടിക്ക് നിന്ന് ജയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ ശാസ്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ തത്വം CPM-ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ ഇത്രയും വർഷത്തെ പാരമ്പര്യമൊക്കെ ഉള്ള LDF പാർട്ടികളാണ്. പക്ഷേ നിലമ്പൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ ഒരു സ്വതന്ത്രനെ നിർത്തി അല്ലാതെ സ്വന്തമായിട്ടൊരു പാർട്ടിയെ പാർട്ടി ചിഹ്നത്തിൽ നിർത്തി ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ബാലപാഠം പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഏരിയയാണ്. അവിടെ പോയി മുസ്ലിംസിനോട് ചെന്ന് വർഗീയതെന്നും പറഞ്ഞാൽ ഏൽക്കുകയില്ല. അവർ ജാതിയിലും അവരുടെ മതത്തിലുമൊക്കെ നന്നായി വിശ്വസിക്കുന്നവരാണ്. അവിടെ ചെന്ന് വർഗീയതയെന്നും പറഞ്ഞാലൊന്നും ഏൽക്കുകയില്ല എന്നുള്ളത് കൃത്യമായി LDF മനസ്സിലാക്കേണ്ടിയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വിഷയം അങ്ങനെ പോകുന്നു. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നതാണ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം. അൻവർ വന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചോദ്യമായി തന്നെ അവിടെ വന്നു. പ്രത്യേകിച്ച് പിണറായിസം എന്നൊരു വാക്ക് തന്നെ കോയിൻ ചെയ്ത് അതിനെതിരെയുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അൻവർ വന്നതിൻ്റെ രംഗപ്രവേശം ചെയ്തതും സ്വരാജിന് വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അൻവർ ഇങ്ങനെ വന്നതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് വന്നത്. പക്ഷേ അൻവർ മത്സരിക്കാതിരുന്നെങ്കിൽ അത് മറ്റൊരു തരത്തിൽ സ്വരാജിന് കുറേ കൂടി ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് വരുമായിരുന്നു. കുറച്ച് ഗുണം ആര്യയുടെ ഷൗക്കത്തിനും കുറച്ച് വോട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അടുത്തൊരു ഘടകമാണ് ആശകളുടെ സമരം കേരളത്തിൽ സീരിയസ് ആയി നടക്കുന്നു. അത് തീർച്ചയായും അവിടെയും കുറേ പ്രതിഫലിച്ചിട്ടുണ്ട്. അടുത്ത ഒരു വിഷയമെന്ന് പറയുന്നത് നാലാമത്തെയോ വിഷയമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന വന്യജീവികളുടെ ആക്രമണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവിടെ വന്നിട്ടുണ്ട്. അടുത്തൊരു വിഷയമാണ് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും ഒരു സ്വാധീനം കുറച്ചെങ്കിലുമുണ്ട്. അത് UDF-ന് അനുകൂലമായി വന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അടുത്തൊരു ഭാഗമാണ് അൻവറിനെ എടുക്കാതിരുന്നതിലൂടെ സതീശൻ്റെ ഒരു തത്വാധിഷ്ഠിത നിലപാടുണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ, എലൈറ്റ് എന്ന് പറഞ്ഞാൽ സമ്പന്നരല്ല, തത്വാധിഷ്ഠിത രാഷ്ട്രീയം ചിന്തിക്കുന്ന ആളുകളുടെ കോൺഗ്രസ്സുകാരുടെയും ഇടതുപക്ഷക്കാരുടെയൊക്കെ മനസ്സിൽ സതീശൻ ഫാക്ടർ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു തത്വാധിഷ്ഠിത നിലപാടെടുത്ത് അൻവർ തോറ്റുപോയാലും അൻവർ വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ. അൻവർ വേണമെന്ന് പറയുന്ന വേറെ കാര്യം, പക്ഷേ വേണ്ട എന്ന് പറഞ്ഞൊരു നിലപാടുണ്ട്. അതിൽ സതീശൻ്റെ നിലപാടുകൾക്ക് ചില ആളുകളുടെ വോട്ടെങ്കിലും കുറച്ച് പേരുടെ വോട്ടെങ്കിലും കിട്ടിക്കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ CPI-യും മറ്റ് ഘടകകക്ഷികളുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടായോ എന്നൊരു ചോദ്യം അവിടെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് 3-ാം മണിക്കൂർ ഇലക്ഷന് 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂർ ഉള്ളപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ ഒരു പ്രസ്താവന, RSS-മായി ബന്ധപ്പെടുത്തി വന്ന പ്രസ്താവന വലിയ രീതിയിൽ UDF-നും മാധ്യമങ്ങൾക്കും അവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയൊരു എതിർപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഗോവിന്ദ മാഷും തമ്മിലുള്ള തർക്കവുമൊക്കെ അവിടുത്തെ ഇലക്ഷനിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പ് ദിവസം രാജ്ഭവനിൽ നടന്ന ചില സംഘർഷങ്ങളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധവുമൊക്കെ ഹിന്ദു വോട്ടുകളിൽ കുറച്ചെങ്കിലും മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ആടിയൊക്കെ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആടിയൊക്കെ നിൽക്കുന്ന ഹിന്ദുക്കൾ, നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇത് വച്ചിട്ട് ഭാരതമാതാവിനെയൊക്കെ തെറി പറയുന്നത് വച്ചിട്ട് സ്വരാജിന് വോട്ട് കൊടുക്കാതിരിക്കുന്ന സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നൊന്നായി തുണയ്ക്കൽ ഒരു 10-20 കാര്യങ്ങൾ കൊണ്ടാണ് ഇത് തോറ്റുപോയിട്ടുള്ളത്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസ് ഉണ്ട്, ഞാനീ പറഞ്ഞ ആശാ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ പെൻഷൻ സമയത്ത് കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് അനൗൺസ് ചെയ്തത് ആ ദിവസങ്ങൾ അനൗൺസ് ചെയ്തെങ്കിലും അത് ഇലക്ഷന് മുമ്പേ ആളുകളുടെ കയ്യിൽ പെൻഷൻ കിട്ടിയില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ DA-യും ശമ്പള പരിഷ്കരണമൊന്നും സമയത്ത് നടക്കാത്തത് കൊണ്ട് അവരുടെ ഒരു പ്രതിഷേധം വന്നിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ ഓരോരുത്തരുടെയും പങ്ക്, അവരവരുടേതായ പങ്ക്, അണ്ണാൻ കുഞ്ഞും തന്നാല എന്ന് പറഞ്ഞാൽ അവരവരുടേതായ പങ്ക് അവിടെ വന്നു. അതെല്ലാം കൂടി കൾമിനേറ്റ് ചെയ്താണ് നമ്മുടെ ആര്യയുടെ ഷൗക്കത്തിന് വിജയമായി വന്നതും സ്വരാജിന് പരാജയമായി വന്നതും. സ്വരാജിനെ പോലുള്ള ഒരാളുകൾ വ്യക്തി മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് വളരെ കൃത്യമായി ഫീൽഡ് തല രാഷ്ട്രീയം അറിയില്ല എന്നാണ് നോക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിർഭാഗ്യവാനാണ്, ഭാഗ്യമുള്ള ആളല്ല. ഒരു പ്രാവശ്യം MLA ആയിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ നിന്ന് തോറ്റു, മൂന്നാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ തോറ്റു. അങ്ങനെ 2 പ്രാവശ്യം തോറ്റു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയിരിക്കും? നിലമ്പൂരിലൊക്കെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറേ കൂടി നേരത്തെ അദ്ദേഹം ഹോംവർക്കൊക്കെ ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ എന്തായാലും
അദ്ദേഹം തോറ്റുപോയി. ഇനി അദ്ദേഹമില്ലെങ്കിൽ അദ്ദേഹമില്ലാത്തൊരു അസംബ്ലിയെക്കുറിച്ച് നിയമസഭയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്ന് എം മുകുന്ദനും, അദ്ദേഹമില്ലെങ്കിൽ അസംബ്ലിക്ക് എന്തോ സംഭവിച്ചു പോകും, അദ്ദേഹമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള KR മീരമാരും, അതുപോലെ അശോകൻ ചെരുവിലും വൈശാഖനും നമ്മുടെ ഹരീഷ് വാസുദേവനും അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും അതൊന്നും ജനങ്ങൾ കേട്ടില്ല. ജനങ്ങളുടെ മനഃശാസ്ത്രം മറ്റൊന്നാണ്. അവർക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളിൽ വെച്ചിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ സാഹിത്യകാരന്മാർ പറയുന്നതോ സാംസ്കാരിക നായർ പറയുന്നതോ അസംബ്ലിയിൽ ആര് പ്രസംഗിക്കണോ എന്നൊന്നുമല്ല. അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി അവർക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ വച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വിജയം എന്തായാലും പരാജയം എങ്ങനെയായാലും അത് പരാജയം അംഗീകരിക്കുക, വിജയത്തെയും വിജയമായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഉള്ള വിലയിരുത്തലുകളാണ് നമുക്ക് വേണ്ടത്. എന്തായാലും നിലമ്പൂരിൽ ഒരു 10-15 ഘടകങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് സ്വരാജ് ഇത്രയധികം മാർജിനിൽ തോറ്റുപോയത്.